നമസ്കാരം. മറ്റൊരു വാർത്തയുമായി വീണ്ടും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുകയാണ്. നമുക്കറിയാം, ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളുമായി സിനിമ മേഖലയിൽ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം താരസംഘടന അമ്മ സുരേഷ് കുമാറിൻ്റെ പരാമർശത്തിന് കത്ത് നൽകിയിരുന്നു. ഇന്നലെ സുരേഷ് കുമാറിൻ്റെ പരാമർശവുമായി ബന്ധപ്പെട്ട് ആൻ്റണി പെരുമ്പാവൂർ ഒരു തുറന്ന ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ആൻ്റണി പെരുമ്പാവൂർ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആൻ്റണി പെരുമ്പാവൂർ പറയാനുള്ള സാഹചര്യവുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കളുടെ സംഘടന ഇപ്പോൾ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. വാർത്താക്കുറിപ്പിൽ അവർ കൃത്യമായ കാര്യങ്ങൾ പറയുമെന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് എന്ന കാര്യത്തിൽ നമുക്കൊരു സൂചന ലഭിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഇപ്രകാരമായിരിക്കും. അവരിപ്പോൾ എല്ലാ ചാനലുകളും കാണിക്കുന്നില്ല. അവർ പറയുന്നത് ഇപ്രകാരമായിരിക്കും. സുരേഷ് കുമാറിനെ ചുമതലപ്പെടുത്തിയത് അസോസിയേഷൻ തന്നെയാണ്. സുരേഷ് കുമാറിനെ ആരാണ് ചുമതലപ്പെടുത്തിയതെന്ന് ചോദ്യം ആൻ്റണി പെരുമ്പാവൂർ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ സുരേഷ് കുമാറിനെ ചുമതലപ്പെടുത്തിയത് സംഘടനയാണ് എന്നൊരു കത്തിൽ പരാമർശമുണ്ടാകും. അതോടൊപ്പം തന്നെ ആൻ്റോ ജോസഫ് എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല, ആൻ്റോ ജോസഫിൻ്റെ മൗനം എന്താണെന്ന് ആൻ്റണി പെരുമ്പാവൂർ കൃത്യമായി ചോദിക്കുന്നുണ്ട്. അതിന് കൃത്യമായി ഇവർ പറയുന്ന ഇന്നലെ മുതൽ പറയുന്ന മറുപടി, ആൻ്റോ ജോസഫ് 2 മാസത്തേക്ക് ലീവാണ്. അതുകൊണ്ടാണ് ആ കാര്യങ്ങൾ സീനിയർ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ സുരേഷ് കുമാറിനെ ചുമതലപ്പെടുത്തിയെന്നാണ് നിർമ്മാതാക്കളുടെ സംഘടന പറയുന്നത്. ഇത്തരം കാര്യങ്ങളല്ല ഇവർ പരാമർശമുണ്ടാകും. അതോടൊപ്പം തന്നെ ആൻ്റണി പെരുമ്പാവൂർ ഇന്നലെ ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയതോടുകൂടി വിവിധ മേഖലയിൽ നിന്നും ആൻ്റണി പെരുമ്പാവൂരിന് പിന്തുണ ലഭിക്കുന്നുണ്ട്. ആദ്യം തന്നെ പൃഥ്വിരാജ് പിന്തുണയുമായി എത്തി. ഫേസ്ബുക്ക് ഷെയർ ചെയ്തുകൊണ്ട് തൊട്ടു പിന്നാലെ ഉണ്ണി മുകുന്ദൻ, പിന്നീട് അജു വർഗീസ്, അങ്ങനെ നിരവധി ആളുകൾ പിന്തുണയായും എത്തി. അതോടൊപ്പം തന്നെ ചെമ്പ വിനോദ് എത്തിയിട്ടുണ്ട്, അപർണ ബാലമുരളി എത്തി, ബേസിൽ ജോസഫ് എത്തി. അങ്ങനെ നിരവധി ആളുകൾ, നമുക്കറിയാവുന്ന സിനിമാ മേഖലയിലുള്ള ആർട്ടിസ്റ്റുകളും അവരെല്ലാം നിർമ്മാണ കമ്പനി ഉള്ളവരാണ്. അവർ പിന്തുണയുമായി എത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിപ്പം നിർമ്മാതാക്കളുടെ സംഘടന 2 തട്ടായിട്ടുണ്ടോ എന്നൊരു സംശയം നമ്മൾ ഉന്നയിക്കേണ്ടതായി വരും. കാരണം ഇനി സമരം പ്രഖ്യാപനമുണ്ട്. അതിനുമായി മുന്നോടിയായി ഒരു സൂചനാ സമരം വേണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടത്. ആ സൂചനാ സമരം വിജയിക്കണമെങ്കിൽ ഫെപ്ക എന്നൊരു സംഘടനയുടെ പിന്തുണ വേണം. ഫെപ്കയുടെ പിന്തുണ എത്രമാത്രം ഉണ്ട് എന്ന് ഇനി കാത്തിരുന്ന് കാണണം. ഫെപ്ക പിന്തുണ പ്രഖ്യാപിച്ചാൽ മാത്രമേ ഉള്ളൂ ഈ സമരം വിജയിക്കുകയുള്ളൂ. സൂചനാ പണിമുടക്ക് ഷൂട്ടിംഗ് നിർത്തിക്കൊണ്ടുള്ള സൂചനാ പണിമുടക്ക് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഫെപ്കയുടെ പിന്തുണ എങ്ങനെയാണെന്ന് അറിയണം. ഈ നിർമ്മാതാക്കൾ പറയുന്നത് ഫെപ്കയും തിയേറ്റർ ഉടമകളും ഒരുമിച്ച് എല്ലാവരും ചേർന്ന്, എല്ലാ സംഘടനയും ഒരുമിച്ച് ചേർന്നുള്ള തീരുമാനമായിരുന്നു. അതിൽ താരസംഘടന മാത്രമേ ഇല്ലാത്തേ ഉള്ളൂ. ബാക്കി എല്ലാവരും എടുത്ത തീരുമാനമാണ് സമരം എന്നാണ് പറയുന്നത്. എന്നാൽ അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പോടുകൂടി വലിയ പൊട്ടിത്തെറിയാണ് ഈ അസോസിയേഷനുള്ളിലും പുറത്തും നടക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. താരസംഘടനയും ഈ കാര്യത്തിൽ യോജിച്ചു നിൽക്കുന്നു. ഇന്നലെ വിവിധ താരങ്ങൾ നിർമ്മാതാക്കളുടെ സംഘടനയുമായിട്ട് ബന്ധപ്പെടുന്നു. അതോടൊപ്പം ആൻ്റണി പെരുമ്പാവൂരുമായി ബന്ധപ്പെടുന്നു. പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ആൻ്റണി പെരുമ്പാവൂർ പറയുന്നത്, ആൻ്റണി പെരുമ്പാവൂരിൻ്റെ വികാരം ഇത് തന്നെയായിരുന്നു. തൻ്റെ സിനിമ എമ്പുരാൻ എന്ന സിനിമയുടെ കോസ്റ്റിനെ കുറിച്ച്, അതിൻ്റെ മുതൽ മുടക്കിനെക്കുറിച്ച് സുരേഷ് കുമാർ പറഞ്ഞത് അത് തിരുത്താൻ നിർമ്മാതാക്കളുടെ സംഘടന തയ്യാറായില്ല. അത് തിരുത്തിയിരുന്നെങ്കിൽ ഇത്തരമൊരു പ്രശ്നം ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. അത് കൃത്യമായി അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെയാണ് ഞാൻ എടുത്തു പറയുന്നത്. ആൻ്റണി പെരുമ്പാവൂർ അന്ന് ഞായറാഴ്ച ഈ കാര്യവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ നിർമ്മാതാക്കളുടെ സംഘടനയുമായി സംസാരിച്ചത്. പക്ഷേ അത് സുരേഷ് കുമാർ തിരുത്താൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കാര്യങ്ങൾ കുറിച്ചപ്പോൾ എല്ലാം വിശദമായി കുറിക്കേണ്ട സാഹചര്യമുണ്ട്. എന്നാലും നിലവിൽ ഒരു കാര്യം വ്യക്തമാണ്. ഇന്ന് വാർത്താക്കുറിപ്പ് ഇറക്കി, നിർമ്മാതാക്കളുടെ സംഘടന വാർത്താക്കുറിപ്പ് ഇറക്കി പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാവുന്ന നിലയിലേക്ക് പോകുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.